ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ATM മെഷീനിൽ കാശ് എടുക്കാൻ പോകുന്നാകരുത്. പ്രശ്നം വരുമ്പോൾ 3 ദിവസം ഉപവാസം, പ്രശ്നം മാറുമ്പോൾ പിന്നെ ഒരു ബന്ധവുമില്ല. നടക്കത്തില്ല കേട്ടോ. ഇടവിടാതെ ദൈവത്തെ സേവിക്കുന്നവൻ കപ്പ തകർന്നാലും കാരാഗൃഹത്തിലാണേലും ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കപ്പൽ ഉടയട്ടെ, കാരകർത്തിയിട്ട് പൂട്ടട്ടെ, ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. നിന്റെ മേലിൽ കോളിംഗ് ഉണ്ട്, നിന്റെ മേലൊരു വാക്തത്വമുണ്ട്. സ്തോത്രം. തകർന്നിരിക്കുന്നവരുടെ നടുവിൽ നിന്ന് പറയാ ഭയപ്പെടേണ്ടത്. നമ്മുടെ ചുറ്റുപാടുകളിൽ തകർന്നിരിക്കുക. നിങ്ങൾക്കറിയാമോ, എത്രയോ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നു. എത്രയോ പേർ കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്തിട്ട് മരിക്കുന്നു. എത്രയോ പേർ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതിന്റെ നടുവിൽ എല്ലാവർക്കും ഉണ്ട് സിസ്റ്ററെ. എന്തോ ചെയ്യാൻ പറ്റും? സാമ്പത്തിക ബാധ്യതയല്ലേ, കടവല്ലേ, ക്യാൻസർ അല്ലേ, എല്ലായിടത്തും ഉണ്ടിപ്പം. എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാനല്ല, നീ അവരോട് പറയണം, സഹോദരി, ഞാൻ സേവിക്കുന്ന എന്റെ ഊഴയവനായ ഒരു ദൈവമുണ്ട്, അവൻ നിന്നെ വിടിവിക്കും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ദൈവവുമായിട്ടൊരു ബന്ധം നിനക്കുണ്ടാകണം. ഇടവിടാതെ നീ ദൈവത്തെ സേവിക്കുന്നവനായിരിക്കണം.